അതിപുരാതനമായ ജടായുരാമ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമായണ കഥയുമായി ഒട്ടേറെ ബന്ധങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ജടായു ചിറകറ്റ് വീണത് ഇവിടെയാണെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ജടായുവിന് മോക്ഷം കൊടുക്കുന്നതുമെല്ലാം ഇവിടെയാണെന്നാണ് രാമകഥയിൽ പറയുന്നത്. ഇപ്പോൾ ക്ഷേത്രം വളരെയേറെ പ്രസിദ്ധമാണ്. നിരവധി ആളുകളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിൽ ചെങ്കുത്തായ പാറക്കെട്ടുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അത്യപൂർവമായ ക്ഷേത്രമാണ് ജടായു രാമക്ഷേത്രം. പക്ഷിശ്രേഷ്ഠനായ ജടായുവിന്റെ ആത്മസമർപ്പണത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഈ പുണ്യസ്ഥാനം. ജടായുപ്പാറ എന്നത് കേവലം ഒരു മലനിരകളല്ല, ദൈവിക സ്ഥാനം കുടികൊള്ളുന്ന അത്യപൂർവം സ്ഥലങ്ങളിലൊന്നാണ്. ധീരനായ ജടായുവിന്റെ മോക്ഷസംഗീതം, ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഹനുമാന്റെയും സാന്നിധ്യം കുടികൊള്ളുന്ന അത്യപൂർവമായ ഇടം, അതാണ് ജടായുപ്പാറ. കരിങ്കല്ലിൽ തീർത്ത ഒറ്റ ശ്രീകോവിലിനോട് കൂടിയതാണ് ഈ ക്ഷേത്രം. ഉപദേവതാ സ്ഥാനത്തിൽ ഭഗവാന് അഭിമുഖമായി ഹനുമാന്റെ പ്രതിഷ്ഠയുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത കോദണ്ഡ രാമനാണ്. വില്ലേന്തിയ രാമന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. 9 ഉപദേവനാണ് ഇവിടെ ഉള്ളത് മൊത്തം. ഹനുമാൻ സ്വാമി, സീതാദേവി, ലക്ഷ്മണസ്വാമി, സൂര്യഭഗവാൻ, ഗണപതി ഭഗവാൻ, അങ്ങനെ 9 പേരാണ് ഇവിടെ ഉപദേവനായിട്ടുള്ളത്. വഴിപാടുകൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന രാവിലെ ഗണപതി ഹോമം മുതലുള്ള എല്ലാ വഴിപാടുകളും ഹനുമാൻ സ്വാമിക്ക് മാല അടക്കമുള്ള പൂജ നടത്തുന്നുണ്ട്. ഒപ്പം വാനരകൂട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. രാമായണ കഥയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് ജടായുപ്പാറയുടെ ഐതിഹ്യം. സീതാദേവിയെ അപഹരിച്ച രാവണനെ മാർഗമധ്യേ ജടായു എതിർക്കുകയും രാവണന്റെ വെട്ടേറ്റ് ജടായു ചിറകറ്റ് വീണതും ഇവിടെയാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് സമീപത്തായി കൊക്കുരണി എന്ന പേരിൽ ഒരു കുളമുണ്ട്. പരിക്കേറ്റ ജടായു ചുണ്ടുകൾ കൊണ്ട് പാറ തുരന്നുണ്ടാക്കിയതാണ് ഈ ജലാശയം എന്നാണ് വിശ്വാസം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശമേറ്റ പുണ്യസ്ഥലമാണ് ജടായുപ്പാറ. ഇവിടെ ഭഗവാന്റെ പാദമുണ്ട്, കൊക്കരണി കുളമുണ്ട്. കൊക്കരണി കുളം എന്ന് പറയുന്നത് ജടായു ഭഗവാന്റെ വരവ് കാത്ത് കിടക്കുന്ന സമയത്ത് സ്വന്തം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി സ്വന്തം കൊക്കൊരഞ്ഞുണ്ടാക്കിയ ഒരു കുളം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കുളത്തിലെ വെള്ളം കുടിച്ചിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ വരവ് വരെ ജടായു ജീവൻ നിലനിർത്തി വന്നിരുന്നത്. അതുപോലെ തന്നെയാണ് ജടായുവിന് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നത്. ആ മോക്ഷം കൊടുത്തതിന് ശേഷം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത കാൽപാദം വരെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ശ്രീരാമദേവന്റെ പാദം പതിഞ്ഞ സ്ഥലമാണ് ഇവിടം. രാവണനുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ചിറകറ്റു വീണ ജടായുവിന് മോക്ഷം കൊടുക്കുന്നൊരു സ്ഥലമാണ് ഇവിടം.
അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പാദം പതിഞ്ഞുവെന്നാണ് വിശ്വാസം. ആ സ്ഥലം പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ കിടാവളക്കിന് മുന്നിൽ പ്രത്യേകമായി സജ്ജീകരിച്ച് ഭക്തർക്ക് കാണുവാനുള്ളൊരു അവസരവും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നിരവധി ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇവിടം പകർന്നു നൽകുന്ന ആത്മീയ അന്തരീക്ഷം ചെറുതല്ല എന്നും ഭക്തർ പ്രതികരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഞങ്ങളെപ്പോഴും നമ്മുടെ ഐറ്റംസിലൊക്കെ രാമനെക്കുറിച്ചും ഇതേപോലത്തെ സ്റ്റോറീസും രാമായണങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സെറീൻ ഫീലിംഗ് ഉണ്ട്. ജടായുപ്പാറയുടെ മഹത്വം തിരിച്ചറിഞ്ഞ സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് ഇവിടെ ശ്രീരാമന്റെ പൂർണ്ണകായ പ്രതിമ പ്രതിഷ്ഠിച്ചത്. (1973) സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ പ്രാണപ്രതിഷ്ഠ നടത്തി ഉറപ്പിച്ച 13.5 അടി ഉയരമുള്ള വിഗ്രഹമാണ് സ്ഥിതി ചെയ്യുന്നത്. 3 വർഷം മുമ്പ് ആ വിഗ്രഹത്തിൽ പഞ്ചലോകം പതിഞ്ഞുകൊണ്ട് തന്നെ പൂജാതി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം 3 അടി ഉയരമുള്ള പഞ്ചലോക വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ നിത്യപൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കർക്കിടക മാസവും 32 ദിവസം പ്രത്യേക വായനയും പൂജയും ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഭാഗത്തുള്ള ഓരോ കുടുംബങ്ങളും അവരുടെ നേർച്ചയായി നടത്തി വരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് വാനരഊട്ട്. ശ്രീരാമദേവനും വാനരന്മാരും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ ആഴം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. വാനരഊട്ട് എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിലുള്ള വാനരന്മാർക്ക് 2 നേരം രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കൃത്യമായി കൊടുക്കുന്നുണ്ട്. വാനരന്മാരെ സംബന്ധിച്ച് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളുമായും അടുത്ത് ഇടപഴകി ജീവിക്കുന്ന വാനരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഉത്തരഭാരതത്തിലെ വാസ്തുശാസ്ത്ര രീതിയിൽ നിർമ്മിച്ച ക്ഷേത്രവും പരിസരവും ഭക്തർക്ക് പുത്തൻ അനുഭവമാണ് പകർന്നു നൽകുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള സോപാനമടക്കമുള്ളവയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരികയാണ്. പദം പദം രാമപാദം എന്ന പേരിൽ ഒരു പദ്ധതിയും നടന്നു വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് ശ്രീ കുമ്മനം രാജശേഖരൻ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന പരമ്പരാഗത പാത വളരെ ബുദ്ധിമുട്ടാണ് കടന്നു വരുന്നതിന് വേണ്ടി. ഇപ്പോൾ പദം പദം രാമപാദം എന്നൊരു പ്രോജക്റ്റ് വെച്ചിട്ട് MC റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി 1008 പടിയുടെ പണി ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഓരോ ഭക്തനും അവരുടെ വഴിപാടായി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കുന്ന ഒരു പടിയാണ് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. വരും തലമുറയ്ക്ക് വളരെ ഉത്തേജനം കിട്ടുന്ന അല്ലെങ്കിൽ രാമൻ എന്താണെന്ന് അറിയേണ്ടുന്നതിന് അല്ലെങ്കിൽ രാമായണത്തെ അറിയുവാനൊരു അവസരം കൂടിയാണ് ഈ ക്ഷേത്രം. ഏതൊരു ഭക്തനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നെത്തി
ദർശനം നടത്തേണ്ട ഒരു അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ജടായുരാമ ക്ഷേത്രം. അത്രയ്ക്ക് ആത്മനിർവൃതിയാണ് ഇവിടം പകർന്നു നൽകുന്നത്. ക്യാമറമാൻ ബിജു പരവൂരിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, കൊല്ലം.